നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധികരിപ്പിച്ച് ചൊല്ലാൻ വേണ്ടി പറഞ്ഞ ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വിഷയത്തിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. 70 പരീക്ഷണങ്ങളെ ഈ ഒരു ദിക്ർ നീക്കം ചെയ്യും. അതിൽ ഏറ്റവും താഴെ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ മനോവേദനയാണ്, മനസ്സിൻ്റെ വേദന, ടെൻഷനുകൾ. ഇപ്പോൾ ടെൻഷനൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിക്ർ നിങ്ങൾ ധാരാളമായിട്ട് പതിവാക്കുക. അതുപോലെ തന്നെ ഏറ്റവും സ്വർഗത്തിലെ പല നിധികളിലൊന്നാണ് ഈ പറയുന്ന ദിക്ർ. 99 അസുഖത്തിന് ഷിഫയും മരുന്നുമാണ് ഈ പറയാൻ പോകുന്ന ദിക്ർ. സ്വർഗത്തിലെ ഫലവൃക്ഷമാണ് ഈ പറയുന്ന ദിക്ർ. അനുഗ്രഹം സംരക്ഷിക്കപ്പെടാൻ കാരണമാവുന്ന ഒരു ദിക്റും കൂടിയാണ് ഈ പറയാൻ പോകുന്ന ദിക്ർ. ഈ ദിക്ർ ദിവസേന 100 വട്ടം പതിവാക്കുകയാണ് എങ്കിൽ അവന് ദാരിദ്ര്യം ഒരിക്കലും വന്നു പെടുകയില്ല. ദാരിദ്ര്യം അവനിലേക്ക് എത്തുകയില്ല. ഇത് പതിവാക്കുന്ന ദിവസം 100 പ്രാവശ്യം പതിവാക്കുന്ന ആളുകൾക്ക് 70 ബുദ്ധിമുട്ടുകളെ ഇത് തടയും. അത് ദാരിദ്ര്യം അവനിലേക്ക് വരില്ല. ടെൻഷൻ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ദിക്ർ പതിവാക്കുക. ഏതാണ് മഹത്തായ ദിക്ർ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ ദിക്ർ ദിവസവും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, 100 പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി സമയം കണ്ടെത്തുക. എന്നാൽ ദാരിദ്ര്യം വരികയില്ല. ടെൻഷൻ എന്ന സംഭവം തന്നെ അവനെക്കുറിച്ച് ആലോചിക്കാൻ ആവശ്യമേയില്ല. ടെൻഷൻ മാറിക്കിട്ടും. ഇന്ന് പലവർക്കും ടെൻഷൻ ധാരാളമുണ്ട്. അപ്പോൾ ആ ടെൻഷനൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിക്ർ ധാരാളമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 100 പ്രാവശ്യം ദിവസം പതിവാക്കുക, മുടങ്ങാതെ പതിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ടെൻഷനുകളും പ്രയാസങ്ങളൊക്കെ ദാരിദ്ര്യത്തെ തൊട്ടും ടെൻഷനുകളെ തൊട്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വലിയ കാവൽ നൽകട്ടെ. ഒരു മനസ്സിൻ്റെ ആരോഗ്യം, മനസ്സിൻ്റെ ആ ഒരു അത് പോയി കഴിഞ്ഞാൽ എത്ര ആരോഗ്യം ഉണ്ടായാലും എത്ര പണം ഉണ്ടായാലും എന്തുണ്ടായിട്ട് എന്താ കാര്യം? മനസ്സിന് സമാധാനം കിട്ടണ്ടേ? അപ്പം മനസ്സമാധാനം ഉണ്ടാവാനും ടെൻഷനൊക്കെ മാറി കിട്ടാൻ വേണ്ടി ദിക്ർ ദിവസവും 100 തവണ പതിവാക്കുക.